ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ആശ്രാമത്ത് ദി ഓഷൻ എന്ന് പറയുന്ന മറൈൻ അക്വേറിയം എക്സ്പോ കാണാനായിട്ടാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ 250 അടിയിൽ തീർത്ത തുരങ്കത്തിലാണ് നമ്മൾ ഈ ഓഷൻ്റെ സ്പെഷ്യാലിറ്റീസ് കാണുന്നത്. നമ്മളെ കയറുന്ന എൻട്രൻസിൽ തന്നെ ബേഡ്സിനെ ഇങ്ങനെ ഫ്രീ ആയിട്ട് പറക്കാൻ വിട്ടിരിക്കുകയാണ്. സാധാരണ നമ്മൾ കാണുന്നത് കൂടുകളിലൊക്കെ കിടക്കുന്നതാണല്ലോ. ഇവിടെ പക്ഷേ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് നമ്മൾ കയറുന്ന ഭാഗത്ത് തന്നെ ഇങ്ങനെ ബേഡ്സിനെ ഫ്രീ ആയിട്ട് പറക്കാൻ വിട്ടിരിക്കുകയാണ്. ചെടികളിലും ഇങ്ങനെ കയറുകളിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പലതരം ബേഡ്സ് ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് കാണാം. അത് നല്ലൊരു കാഴ്ചയാണ്, ബേഡ്സിനെ ഇങ്ങനെ പറക്കാൻ വിട്ടിരിക്കുന്നത്. നമ്മുടെ കയ്യിലൊക്കെ വന്നിരിക്കുമോ എനിക്കറിയില്ല. ഞാൻ കൈയൊക്കെ നീട്ടി നോക്കി, പക്ഷേ ബേഡ്സൊന്നും നമ്മുടെ അടുത്തോട്ട് വന്നില്ല. പലതരം വെറൈറ്റി ആയിട്ടുള്ള ബേഡ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ഫോട്ടോ സെക്ഷന് വേണ്ടി 2 രഥങ്ങളിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഒരു രഥവും പിന്നെ ഇപ്പുറത്തൊരു നമ്മുടെ സിൻഡ്രല്ല മൂവിയിലൊക്കെ കാണുന്ന പോലെ ഒരു കാരേജും ഉണ്ടായിരുന്നു. അവിടെയൊക്കെ നമുക്ക് ഇരുന്ന് ഫോട്ടോ ഷൂട്ടൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ ഒരു വാട്ടർ ഫൗണ്ടേഷനാണ്. അത് നല്ല ഭംഗിയിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്, ലൈറ്റിങ്ങൊക്കെ കൊടുത്തിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് കയറുമ്പം റോബോട്ട്സിൻ്റെ സെക്ഷനാണ്. നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള 2 റോബോട്ടുകളുണ്ട്. നമ്മുടെ മനുഷ്യൻ്റെ കണക്ക് കണ്ണൊക്കെ ഇങ്ങനെ അടച്ച് കാണിക്കും. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ആമിമോളെ കണ്ടിങ്ങനെ കണ്ണടയ്ക്കുന്നത് കണ്ട് 2-3 തവണ. അവിടെ 2-3 സ്റ്റാഫ്സൊക്കെ നിൽപ്പുണ്ട്. അവർ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പിന്നെ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മുടെ വില്ലൻ വരുന്നത്. 3 ഡോഗ് റോബോട്ട്സ് ഉണ്ട്. നമ്മൾ സാധാരണ നായ്ക്കുട്ടികളൊക്കെ കാണിക്കുന്ന അതേ ആക്ഷൻസൊക്കെയാണ് അതും കാണിക്കുന്നത്. എഴുന്നേറ്റ് നിന്ന് ലവ് സിമ്പിളൊക്കെ വരയ്ക്കുകയും അതൊരു പ്രത്യേകതരമാണ്. പിന്നെ ഒരു കുഞ്ഞ് പടച്ചോനെ നമ്മളെ കാത്തോണേന്ന് പറഞ്ഞ് ഓടുന്നത് കണ്ടു. കുട്ടികൾക്കൊക്കെ ഇതിനെ കണ്ടാൽ പേടിയാവും. കാരണം സാധാരണ ഉള്ള ഒരു നായ്ക്കുട്ടിയുടെ കണക്കൊക്കെ ഉള്ള ആക്ഷൻസാണ് അതും കാണിക്കുന്നത്. എഴുന്നേറ്റ് നിന്ന് ഷേക്ക് ഹാൻഡൊക്കെ തരികയും അങ്ങനെയൊക്കെയുള്ള ആക്ഷൻസൊക്കെ കാണിക്കുന്നുണ്ട്. അത് 3 ഡോഗ് റോബോട്ട്സ് ഉണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ ചെറിയ ടൈപ്പ് റോബോട്ട്സാണ്. അത് നമ്മുടെ ഓർഡർ അനുസരിച്ച് അത് ഡാൻസ് കളിക്കുകയും ഓരോ ആക്ഷനൊക്കെ കാണിക്കുകയും ചെയ്യുന്ന റോബോട്ട്സിൻ്റെ സെക്ഷനാണ് അടുത്തത്. പിന്നെ എഴുതുന്ന ഹാൻഡ് റൈറ്റിങ്ങിന് വേണ്ടിയുള്ള ഒരു റോബോട്ടുണ്ട്. അതിനകത്ത് പെന്നൊക്കെ ഘടിപ്പിച്ച് ഇങ്ങനെ എഴുതുന്ന ഒരു റോബോട്ടുണ്ട്. ഇതാണ് ആ കുട്ടി വില്ലൻ. ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കും. നമ്മൾ പറയുന്ന ഓർഡറിനനുസരിച്ച് അതെന്തും ചെയ്യും. അവിടെ നിൽക്കുന്ന ആ സ്റ്റാഫ്സ് നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. അത് കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോകുന്നതെന്ന് പറയുന്നത് റോബോട്ട്സിൻ്റെ ബോർഡറൊക്കെ ഇവിടെ വലിയ ബാനറിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്കൂബ ഡൈവറിൻ്റെ സെക്ഷനിലോട്ടാണ് പോകുന്നത്. ആ സ്കൂബ ഡൈവർ ആ ടാങ്കിൽ കിടന്ന് നമുക്ക് ഹായും ടാറ്റയൊക്കെ തരുന്നുണ്ട്. അതിനുശേഷം മോളെ കണ്ടപ്പോൾ ഒരു റോസാപ്പൂവൊക്കെ എടുത്തുകൊണ്ട് വന്നു. അതെ, എല്ലാവരെയും കാണുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. അതിലും ഉണ്ട് കുറേ ഫിഷസൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട്. സ്കൂബ ഡൈവർ അതിനകത്ത് കിടന്ന് ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. അത് കണ്ടതിന് ശേഷം നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഒരു കടലമ്മയുടെ കൊട്ടാരവും പിന്നെ അതിന് ഇടയ്ക്കായിട്ടൊരു 360 ഡിഗ്രിയിൽ ഫോട്ടോഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റിംഗ് ലൈറ്റ് സെറ്റിങ്ങും അതൊക്കെയുണ്ട്. അതൊന്നും ഞാൻ ക്യാമറയിൽ പകർത്താൻ പറ്റില്ല. അതുകൊണ്ട് പൂവായിട്ടൊക്കെ ആൾ വരുന്നുണ്ട്. അതിനുശേഷം മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മുടെ അടുത്ത ഈ എക്സ്പോയിലെ മെയിൻ അട്രാക്ഷനായ മെർമെയ്ഡ്സിനെ 2 മെർമെയ്ഡ്സിനെ കാണുന്നത് അടുത്ത സെക്ഷനിലാണ്. പിന്നെ കുട്ടികളിങ്ങനെ സ്കൂബ ഡൈവറിനെ കണ്ട് അന്തം വിട്ടിരിക്കുകയാണ്. എന്താണ് ഈ കാണിക്കുന്നത് വെള്ളത്തിനടിയിൽ കിടന്നെന്ന്. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ മെർമെയ്ഡിൻ്റെ ആ ഭാഗത്തോട്ട് നടന്നു പോവുകയാണ്. മെർമെയ്ഡ്സിൻ്റെ ഷോ എന്ന് പറയുന്നതാണ് ഇതിലെ മെയിൻ അട്രാക്ഷനായിട്ട് അവർ പരസ്യത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. അവർ ആ ടാങ്കിൽ കിടന്ന് 2 മെർമെയ്ഡ്സ് ഉണ്ട്. അവർ ആ ടാങ്കിൽ കിടന്ന് ഡാൻസൊക്കെ കളിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി അവർ ഓരോ എക്സ്പ്രഷനും ഡാൻസ് മൂവ്മെൻറ്റ്സും ഒക്കെ കാണിക്കുന്നുണ്ട് അതിനകത്ത് കിടന്ന്. ഞങ്ങളിങ്ങനെ നടന്ന് ആ ഭാഗത്തോട്ട് വരുവാണ്. എനിക്ക് തോന്നുന്നു ഓരോ ടൈമിങ്ങിലും വേറെ ലേഡീസാണെന്ന് തോന്നുന്നു ആ മെർമെയ്ഡ്സായിട്ട് ആ ടാങ്കിൽ കിടക്കുന്നത്. കാരണം അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ശ്വാസം എടുക്കാനായിട്ട് ടാങ്കിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അല്ലാതെ ഒരുപാട് നേരം ശ്വാസം അടക്കി പിടിച്ച് വെള്ളത്തിൽ കിടക്കാൻ പറ്റില്ലല്ലോ. കാരണം നോർമലായിട്ടുള്ള മനുഷ്യ സ്ത്രീകളാണ്. അവർ മെർമെയ്ഡ്സിൻ്റെ കണക്ക് ഡ്രസ്സിങ്ങൊക്കെ ചെയ്ത് ഇങ്ങനെ നമ്മളെ കാണികളെ രസിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ ആക്ഷൻസ് കാണിക്കുന്നതാണ്. അല്ലാതെ അവർക്ക് കടലിനടിയിൽ അങ്ങനെ ജീവിക്കാനൊന്നും പറ്റില്ല. ഇതും സാധാരണ ആൾക്കാർ തന്നെയാണ്. അതുപോലുള്ള ഡ്രസ്സിങ്ങൊക്കെ ഇട്ട് ഇങ്ങനെ
ഒരു ഷോയ്ക്ക് വേണ്ടി ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ പോകുന്നതെന്ന് പറയുന്നത് നമ്മൾ അടുത്ത അട്രാക്ഷനായ 250 അടി നീളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ആ തുരങ്കത്തിലോട്ടാണ്. അവിടെയാണ് നമുക്ക് വെറൈറ്റി ഓഫ് ഫിഷസിനെ കാണാൻ സാധിക്കുന്നത്. പിന്നെ അവിടെ എനിക്കൊരു ഡ്രോബാക്കായിട്ട് തോന്നിയെന്ന് പറയുന്നത് ഫിഷസിൻ്റെ നെയിമൊന്നും അവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് ഇനം മത്സ്യങ്ങളാണല്ലോ ഒരു കടലിലുള്ളത്. അപ്പം കറി വെച്ച് കഴിക്കുന്ന മീനുകളുടെ പേരൊക്കെ അല്ലേ ഒരുവിധം എല്ലാ ആൾക്കാർക്കും അറിയത്തുള്ളൂ. ചിലർക്കൊക്കെ ഉള്ളൂ ഈ വെറൈറ്റി ഓഫ് ഫിഷസിൻ്റെ പേര് അറിയാവുന്നത്. അപ്പോൾ ഈ നെയിം അവിടെ സ്പെസിഫൈ ചെയ്യാത്തത് എനിക്കൊരു ഡ്രോബാക്കായിട്ട് തോന്നി. അതല്ലാതെ നോക്കുവാണെങ്കിൽ നമ്മുടെ കണ്ണിനൊരു കുളിർമ നൽകുന്ന ഒരു ഭംഗിയുള്ള രംഗങ്ങളാണ് നമ്മൾ ആ ടണലിൽ കൂടെ പോകുമ്പോൾ കാണുന്നത്. ഇത് ടണലിൻ്റെ പുറത്തുള്ള വശമാണ്. നല്ല രസമായിട്ട് വിഡോ ഫിഷിനെയൊക്കെ പല പല കളറിലുള്ള വിഡോ ഫിഷിനെയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇത് ഏത് ഫിഷാണെന്ന് എനിക്കറിയാൻ വയ്യ. അത് അലിഗേറ്റർ ഫിഷിനോട് സാമ്യമുണ്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇതുപോലെ കരിമീനോടൊക്കെ സാദൃശ്യമുള്ള ഒരു മീനും ഒക്കെ ഇങ്ങനെ നീന്തി കളിക്കുന്നത് കാണാം. പലതരം വെറൈറ്റി ഓഫ് കളേഴ്സിലുള്ള ഫിഷസിനെ നമുക്ക് കാണാൻ പറ്റും. വലിയ ലാർജ് സൈസിലുള്ള ഫിഷസ് ഉണ്ട്. പിന്നെ ഈ സ്രാവിനെയൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. അങ്ങനെയുള്ള മീനിനെയൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ ഇതിനകത്ത് നമുക്ക് 2 കളറിലുള്ള ഫിഷ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലുള്ള ഫിഷുണ്ട്. പിന്നെ എന്തൊക്കെയോ ടൈപ്പ് ഫിഷസ് ഉണ്ട്. എന്തായാലും കാണാൻ നല്ല രസമായിരുന്നു. ഇതിലെനിക്ക് പഫർ ഫിഷിനോട് സാമ്യമുള്ള ഫിഷ് ഈ ടാങ്കിൽ കണ്ടതായിട്ട് തോന്നി. ഇത് അലിഗേറ്റർ ഫിഷാണെന്ന് തോന്നുന്നു. അത് കണ്ടതിൽ വെച്ച് ഇച്ചിരി സൈസായിട്ടുള്ള ഫിഷ് അതായിരുന്നു. പിന്നെ ടാങ്കിൽ നമ്മൾ കയറുമ്പോൾ തന്നെ എൻട്രൻസിൽ തന്നെ നമുക്ക് കാണുന്നതെന്ന് പറയുന്നത് ടാങ്കിനകത്തേക്ക് ഈ ടണലിനകത്തേക്ക് കയറുമ്പോൾ എൻട്രൻസിൽ തന്നെ നമുക്ക് തെരണ്ടി മീനാണ് കാണുന്നത്. നല്ല ആക്റ്റീവായിട്ട് നീന്തുന്ന തെരണ്ടി മീൻ. നമ്മൾ താഴെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ തലയുടെ മുകളിൽ കൂടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പോകുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു ഫിഷിൻ്റെ ആ ഒരു ഫേസ് എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. പിന്നെ വേറെ കുറേ ഇനം മീനുകളുമുണ്ട്. നല്ല രസമുണ്ട്. ഇതിനകത്തൂടെ പോകുമ്പോൾ നമുക്ക് ആ ഒരു കടലിൽ നമ്മൾ ഡൈവ് ചെയ്ത് പോകുന്ന ഒരു ഫീല് നമുക്ക് തോന്നുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ടത് ഈ ടണലിന് പുറം വശത്തൂടെയാണ് നമ്മൾ കണ്ടത്. ഇപ്പം നമ്മൾ ടണലിനകത്തൂടെ പോവുകയാണ്. നല്ല ഭംഗിയിൽ എല്ലാ മീനിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വിഡോ ഫിഷാണ്. ഇത്രയും കളർഫുള്ളായിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ഭംഗി തോന്നുന്ന ഈ ഫിഷിൻ്റെ അറേഞ്ച്മെൻറ്റാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ തിരക്ക് കൂടുതലായതുകൊണ്ട് എനിക്ക് വീഡിയോ അത്ര കറക്റ്റായിട്ട് കിട്ടിയില്ല. ആളുകളുടെ തലയൊക്കെ മാത്രമാണ് നമുക്ക് കിട്ടിയത്. എന്നാലും ഒരുവിധം ഞാൻ മാക്സിമം നിങ്ങൾക്ക് കാണാൻ വേണ്ടി, എൻ്റെ വ്യൂവേഴ്സിന് കാണാൻ വേണ്ടി ഞാൻ മാക്സിമം ഫിഷസിനെയും കാഴ്ചകളെല്ലാം മാക്സിമം ക്യാമറയിൽ പകർത്താൻ നോക്കിയിട്ടുണ്ട്. ഇതും ഏത് ടൈപ്പ് മീനാണെന്നറിയില്ല. ഒരു വൈറ്റ് കളർ ഫിഷാണ്. അതിനുശേഷം ഞാൻ വീണ്ടും ടണലിനകത്തൂടെ പോകുമ്പം കാണുന്നതെന്ന് പറയുന്നത് വേറെ കുറേ വെറൈറ്റി ഓഫ് ഫിഷസിനെയാണ്. ഞങ്ങൾ പോകുമ്പോൾ നല്ല തിരക്കുണ്ട്. അന്നേരം സ്റ്റാർട്ട് ചെയ്യുന്ന സമയമായിട്ടുള്ളൂ. ഞാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ ടൈമിങ്ങും പറയുന്നതായിരിക്കും. അടുത്തത് നമ്മുടെ കുട്ടികളുടെ ഫേവറേറ്റായ ഞണ്ടമ്മാവനാണ്. ഇങ്ങനെ നടന്ന് സൈഡ് പിടിച്ച് ഇങ്ങനെ പോവുകയാണ്. എങ്ങോട്ടാണെന്ന് അറിയില്ല പുള്ളിയുടെ നടത്തം. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വീഡിയോ എടുത്തപ്പോൾ തൊട്ട് ഒരരുവത്തുനിന്ന് ഇങ്ങനെ നടന്ന് വരുവാണ്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മുടെ ഈലാണെന്ന് തോന്നുന്നു. ഇത് എൻ്റെ അറിവിൽ ഇത് ഇലക്ട്രിക്കാണോ എന്താണെന്ന് അറിയില്ല. ഈല് നമ്മളെ പാമ്പിൻ്റെ കണക്ക് ഇങ്ങനെ ഇഴഞ്ഞു പോകുന്ന ടൈപ്പ് ഫിഷാണല്ലോ. പിന്നെ ഇപ്പോൾ ലൈറ്റിങ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ശരിയാകുന്നില്ല. കാരണം ടാങ്കിൽ കൊടുത്തേക്കുന്ന ലൈറ്റിങ്ങും നമ്മുടെ ക്യാമറയിൽ ഫോക്കസിൽ വരുന്നില്ല. വിഡോ ഫിഷ് നല്ലൊരു ഭംഗിയുള്ള ഫിഷാണ്. നല്ല ഭംഗിയിലാണ് അവരത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്നത് ആ ഫിഷാണ്. ഇത്രയൊക്കെ വലിയ ഫിഷസ് ഉണ്ടായിട്ടും നമ്മളെ മെയിനായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നത് ഈ ഫിഷസാണ്. അത് കഴിഞ്ഞ് പഫർ ഫിഷിനോട് സാമ്യമുള്ള ഒരു ഫിഷ് ഉണ്ടായിരുന്നു. അലിഗേറ്റർ ഫിഷാണിത്. അതും ഇങ്ങനെ പലയിടത്തായിട്ട് ഇങ്ങനെ അനങ്ങാതെയും നീന്തിയും ഒക്കെ നടക്കുന്നുണ്ട്. അതിനുശേഷം
മുമ്പോട്ട് പോകുമ്പോൾ ആ ടണലിൻ്റെ ഒരുവിധം എൻഡിലോട്ട് നെത്തോലിയെ പോലെ തോന്നിക്കുന്ന മീനുകളും, അത് കഴിഞ്ഞ് സ്റ്റാർ ഫിഷ് ഉണ്ടായിരുന്നു. സ്റ്റാർ ഫിഷിൻ്റെ അടുത്ത് ഞങ്ങൾ കുറച്ച് നേരം നിന്നു. കാരണം കുട്ടികൾക്ക് കാർട്ടൂണിലൊക്കെ കണ്ട് നല്ല പരിചയമുള്ളതാണല്ലോ സ്റ്റാർ ഫിഷ്. അപ്പോൾ അവരെ അത് നല്ലപോലെ കാണിക്കാനായിട്ട് അവിടെ ഞങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. സ്റ്റാർ ഫിഷ് ഇങ്ങനെ ഭിത്തിയിലും പിന്നെ മണൽ തറയിലും ഒക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അതും കാണാനായിട്ട്. പിന്നെ അവിടെയും നല്ല ഒരു ഇരുട്ട് പോലെ, നമുക്ക് ലൈറ്റ് സെറ്റിങ് ക്യാമറയിൽ അത് ശരിയാവുന്നില്ലായിരുന്നു. പിന്നെ നമ്മൾ ഇപ്പം ടണലിന് വെളിയിലെത്താറാകുമ്പോൾ ഒരു ലോബ്സ്റ്ററിനെ പോലെ, ലോബ്സ്റ്റർ ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് നീണ്ട കൊമ്പൊക്കെ ആയിട്ട് ഇങ്ങനെ ലോബ്സ്റ്റർ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ചില എന്താ പറയുക റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കാൻ കിട്ടില്ലേ ലോബ്സ്റ്റർ. പിന്നെ നമ്മൾ ഇറങ്ങുന്ന വഴിയിൽ ഒരു 2 പൂച്ചക്കുട്ടികളെ ഇങ്ങനെ അക്വേറിയത്തിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ സ്റ്റോർസിൻ്റെ സെക്ഷനാണ്. ഇത് കൂളർ, നമ്മൾ പഴയൊരു ഏതെങ്കിലും ഇലക്ട്രിക് സാധനങ്ങൾ കൊടുക്കുമ്പോൾ തിരിച്ച് കുറച്ച് തരും അതിൻ്റെ വില. പിന്നെ ഇത് നമ്മളെ ഡ്രസ്സിങ് ഏരിയയിലുള്ള വാർഡ്രോബ്സൊക്കെ ഫർണിച്ചറൊക്കെ വിൽക്കുന്ന ഒരു സ്റ്റോറാണ്. അതിന് ശേഷം മുമ്പോട്ട് നീങ്ങുമ്പോൾ പിന്നെ സാനിറ്ററി ആയിട്ടുള്ള പ്രോഡക്ട്സ് വിൽക്കുന്ന ഒരു സ്റ്റോറുണ്ടായിരുന്നു. ഇവിടെ എല്ലാം കയറി നമുക്ക് നോക്കാം, വേണമെങ്കിൽ മേടിക്കാം. അത് കഴിഞ്ഞ് ഹൽവയും സ്വീറ്റ്സൊക്കെ ഉള്ള സ്റ്റോറ്, പിന്നെ എല്ലാം ഉണക്കിയൊക്കെ കഴിക്കുന്ന ആഹാര സാധനങ്ങൾ. ഇതാണ് നമ്മൾ പറഞ്ഞ വാച്ചിൻ്റെ സെക്ഷൻ. ഇവിടെ നിന്ന് ഞാനൊരു വാച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് 2 വാച്ച് മേടിച്ചു. അത് കഴിഞ്ഞൊരു ബാഗിൻ്റെ സ്റ്റോർ ഉണ്ടായിരുന്നു. ആ സ്റ്റോറിൽ നിന്നൊരു സ്ലിംഗ് ബാഗ് മേടിച്ചു. പിന്നെ കുറച്ച് പച്ചമരുന്നുകളുടെയും തൈലത്തിൻ്റെയൊക്കെ കടയും പുസ്തകങ്ങളുടെയൊക്കെ ഒരു കടയുണ്ടായിരുന്നു കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള. പിന്നെ അത്തറിൻ്റെ സ്റ്റോർ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞങ്ങൾ ഇഷ്ടപ്പെട്ട സ്മെല്ലിനൊരു അത്തർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ നല്ല ലൈറ്റ് സെറ്റിംഗ് ആയിരുന്നു അവിടെയൊക്കെ. പിന്നെ മുമ്പോട്ട് പോയപ്പോൾ വീണ്ടും പഴയ കാലത്ത് നമ്മളെ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വരുന്ന കുറേ മുട്ടായികളുടെ ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നൊന്നും ഒന്നും മേടിക്കാൻ പറ്റിയില്ല. കാരണം കുട്ടികളെ കൊണ്ട് വരുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, അവരെ പിടിച്ച് വലിച്ചെടുത്തുകൊണ്ട് പോകേണ്ടി വരും ഇവിടെ നിന്നൊക്കെ. അവർക്ക് അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് മേടിച്ച് വയ്ക്കുന്നത് മേടിക്കത്തും ഇല്ല, തിരിച്ചു കൊടുക്കുകയും ചെയ്യും. ഇത് പിന്നെ തുണിയുടെ സെക്ഷനായിരുന്നു. നമ്മൾ ഓണമൊക്കെ വരുമല്ലേ, ഇപ്പം മുണ്ടും കാര്യങ്ങളും ഒക്കെ മേടിക്കാൻ പറ്റിയൊരു സ്റ്റോറായിരുന്നു. 3 എണ്ണം എടുക്കുമ്പം 550 രൂപ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ കളിപ്പാട്ട ടോയ്സിൻ്റെ സെക്ഷനും പിന്നെ പ്ലാസ്റ്റിക് യൂട്ടൻസിൽസും അതൊക്കെയുള്ള സ്റ്റോറായിരുന്നു. റേറ്റൊക്കെ അത്യാവശ്യം ഇച്ചിരി കൂടുതലായിട്ട് എനിക്ക് തോന്നി. ഇനി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ചെന്ന് കാണുമ്പോഴല്ലേ അറിയാൻ പറ്റും. നിങ്ങളുടെയൊക്കെ ഒരു റേറ്റിങ്ങും കാര്യങ്ങളും എനിക്കറിയില്ല. അത് കഴിഞ്ഞ് കുറച്ച് കിച്ചൺ വെയർസ് എന്ന് പറഞ്ഞാൽ ഈ ചീനിച്ചട്ടിയോ കടായി പോലുള്ള പാത്രങ്ങളും നൈഫ് സെറ്റുകളും ഒക്കെയുള്ള സ്റ്റോറായിരുന്നു. പിന്നെ വീണ്ടും നമ്മൾ ഫാൻസി ഐറ്റംസും സ്പെഷ്യൽ പിക്കിൾസിൻ്റെ സ്റ്റോറും ഒക്കെ ആയിരുന്നു. ആ ചേട്ടൻ എന്നെ വാ ഇതെടുക്കുമെന്ന് പറഞ്ഞ് വിളിച്ചു, പക്ഷെ ഞാനൊന്നും എടുത്തില്ല. അത് കഴിഞ്ഞ് ചവിട്ടിയും അങ്ങനെയൊക്കെയുള്ള കുറച്ച് സെക്ഷൻ സ്റ്റോറുകളൊക്കെ കഴിഞ്ഞ് പിന്നെ സ്വീറ്റ്സിൻ്റെ കുറേ സ്റ്റോറുകളുണ്ടായിരുന്നു. അതിന് ശേഷം വീണ്ടും സ്കൂൾ സ്റ്റേഷനറീസിൻ്റെ ഒരു സ്റ്റോറ്, പിന്നെ ക്യാപ്സും പിന്നെ റിങ്സും മാലയും മോതിരമൊക്കെ വിൽക്കുന്ന ഒരു സ്റ്റോറുണ്ടായിരുന്നു. പിന്നെ പ്ലേറ്റ്സിൻ്റെ ഒരു സെക്ഷൻ, കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്ലേറ്റ്സും മെലാമിൻ പ്ലേറ്റ്സും സെറാമിക് പ്ലേറ്റ്സും ഗ്ലാസ്സുകളും ഒക്കെ വിൽക്കുന്ന ഒരു സ്റ്റോറായിരുന്നു അടുത്തത്. ഒരു 6 ഗ്ലാസ് 100 രൂപ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. 6 എണ്ണം 100 രൂപ. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്ന കൊച്ചു ഭരണിയുടെ ഒക്കെ ഒരു സെക്ഷനായിരുന്നു. അതിന് ശേഷം നമ്മൾ ഫാൻസി ഐറ്റംസായ പൊട്ട്, ബിന്ദി, പിന്നെ ഇയർ റിങ്സ്, മാല അതൊക്കെയുള്ള ഒരു സ്റ്റോറായിരുന്നു. അവിടെ നിന്ന് ഞാൻ 3 ഇയർ റിങ്സ് മേടിച്ചിരുന്നു. ഞങ്ങൾ ആദ്യം കണ്ട കൂളറിൻ്റെ ആ സെക്ഷൻ സ്റ്റോറിൽ നിന്ന് ഞങ്ങൾ ഒരു കൂളർ മേടിച്ചായിരുന്നു. പഴയ ഏതെങ്കിലും ഇലക്ട്രിക് സാധനം കൊടുത്തിട്ട് നമ്മൾക്ക് ഏതെങ്കിലും ഒരു വില എന്തെങ്കിലും ഒന്ന് കുറച്ചിട്ട് പിന്നെ ഒരു ഡിസ്കൗണ്ടിൽ നമുക്ക് കൂളർ തരും, നമ്മളെ വീട്ടിൽ കൊണ്ടു തരുന്നതായിരിക്കും. ഇങ്ങനെ കുറേ പ്ലാസ്റ്റിക് ടോയ്സിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും പ്ലാസ്റ്റിക് കിച്ചൺ യൂട്ടൻസിൽസും ബാസ്ക്കറ്റ്സും കാര്യങ്ങളും ഉള്ള ഒരു കടയായിരുന്നു. പിന്നെ
അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഏത് പുസ്തകം എടുത്താലും 100 രൂപ എന്ന് പറഞ്ഞൊരു ബുക്ക് സ്റ്റോർ ഉണ്ടായിരുന്നു. ഒരെണ്ണത്തിന് 100 രൂപ. അതിനുശേഷം നല്ല തൊപ്പികളും ഒക്കെ കിട്ടുന്നൊരു സ്റ്റോറും, പിന്നെ വേറൊരു വെറൈറ്റി എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ കേസുകൾ, കവറുകൾ കിട്ടുന്ന ഒരു സ്റ്റോറുണ്ടായിരുന്നു. നല്ല വെറൈറ്റി ഓഫ് കളക്ഷൻസ് അവിടെ ഞാൻ കണ്ടു. അത് കഴിഞ്ഞ് വീണ്ടും ഫാൻസി ഐറ്റംസും പിന്നെ കുറച്ച് പച്ചമരുന്ന് തൈലങ്ങളൊക്കെ ഉള്ള, പിന്നെ വെറൈറ്റി ഓഫ് ഫിഷ് ടാങ്ക്സ്, ചെറിയ മിനി ഫിഷ് ടാങ്ക്സും, പിന്നെ ബാഗുകളുടെ സെക്ഷന് വീണ്ടും ഉണ്ടായിരുന്നു. പിന്നെ വാളിൽ ഹാങ് ചെയ്യുന്ന ടൈപ്പ് ഫോട്ടോസും ഫ്രെയിംസും ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ കാണുന്നതെന്ന് പറയുന്നത് ടോയ്സിൻ്റെയും ഒക്കെ ഒരു സെക്ഷനായിരുന്നു. ടോയ്സിൻ്റെ കടയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പിള്ളേരെ വലിച്ചെടുത്തുകൊണ്ട് വരേണ്ടി വരും. പിന്നെ പിള്ളേരെയൊക്കെ കൊണ്ടുവരുന്നവരെ ശ്രദ്ധയ്ക്ക്. പിന്നെ അത് കഴിഞ്ഞ് ഒരു പെറ്റ്സിൻ്റെ സ്റ്റോറായിരുന്നു. അവിടെ നിന്ന് ഒരു പാമ്പിനെ ഞാൻ ഒന്ന് തൊട്ടിട്ട് വന്നു. കയ്യിലൊന്നും എടുത്തില്ല. പെരുമ്പാമ്പ്, മലമ്പാമ്പ് എന്താണെന്ന് എനിക്കറിയില്ല. അതിനെ ജസ്റ്റ് ഒന്ന് തൊട്ടോട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ തൊട്ടു. പിന്നെ മോനെ ഞാൻ പിടിച്ച് വലിച്ചെടുത്തുകൊണ്ട് വന്നു. അത് പാമ്പാ മോനെ, പാമ്പാണെന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ചെടുത്തുകൊണ്ട് വന്നു. അതിന് ശേഷം കുറച്ച് ഫാക്ടറി ഔട്ട്ലെറ്റ്സ് ആയിട്ടുള്ള ചോക്ലേറ്റ്സും പിന്നെ മസാല ഐറ്റംസ്, പിന്നെ അവസാനത്തെ ടോയ്സ് സെക്ഷൻ. അതും കഴിഞ്ഞ് ഞങ്ങൾ വന്നു ഫുഡ് കോർണറിലേട്ടു. അവിടെ എല്ലാവരും ഇരുന്ന് ആഹാരമൊക്കെ കഴിക്കുന്നുണ്ടായി. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ആഹാരമൊക്കെ കഴിച്ചിട്ട് വന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ വിശപ്പൊന്നുമില്ല. പിന്നെ ഞങ്ങൾ എക്സിറ്റിലോട്ട് ഇറങ്ങി. അവിടെ കുട്ടികൾക്ക് പിന്നെ ഇതൊക്കെ കണ്ട പാർക്കിൻ്റെ സെക്ഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്കതിൽ കയറിയേ പറ്റത്തുള്ളൂ. പിന്നെ അവിടെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല. നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വൈകിട്ടൊരു സമയമാകുമ്പോഴല്ലേ ഇത് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഓരോരുത്തരൊക്കെ കയറി ഇരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കുട്ടികളെ ഒരു വിധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങൾ എക്സിറ്റിലോട്ട് വരുവാണ്. ആ ഒരു ഭാഗത്തൊരു നേഴ്സറി സെക്ഷനുണ്ട്, ഫ്ലവേഴ്സിൻ്റെയൊക്കെ. അത് കഴിഞ്ഞാണ് കുറച്ച് ഗെയിമും കാര്യങ്ങളൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഗെയിം കളിച്ചു. ഞാൻ ഷൂട്ടിങ്ങിൽ ചേട്ടൻ 2-3 ബലൂണൊക്കെ പൊട്ടിച്ചു. ഞാൻ റിങ് എറിഞ്ഞ് 2 ഫ്രൂട്ടിയൊക്കെ കിട്ടി. അത് പിള്ളേർക്ക് കൊടുത്തു. ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന്